നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ പെരുമ്പിളിശ്ശേരിയിൽ ബസ് തടഞ്ഞ പ്രതിഷേധം. ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബസ്സുകൾ തടഞ്ഞത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. 101 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ NDA കൺവെൻഷൻ സംഘടിപ്പിച്ചു. വെങ്ങടിശ്ശേരിയിലാണ് കൺവെൻഷൻ നടന്നത്. വാർത്തകൾ വിശദമായി. സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ പെരുമ്പിളിശ്ശേരിയിൽ ബസ് തടഞ്ഞ പ്രതിഷേധം. ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബസ്സുകൾ തടഞ്ഞത്. ഊരകത്ത് സ്കൂട്ടർ യാത്രികയായ യുവതി സ്വകാര്യ ബസ്സിടിച്ചു മരിച്ച സംഭവത്തിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ടായത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന റീബോൺ എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിടിച്ചാണ് യുവതി മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ പെരുമ്പിളിശ്ശേരി സെന്ററിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്വകാര്യ ബസ്സുകൾ തടയുകയായിരുന്നു. മത്സരയോട്ടത്തിൽ ബസ് ജീവനക്കാർക്ക് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. ബസ് തടഞ്ഞതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാലും സമരത്തിൽ നിന്ന് പിന്തിരിയില്ലെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞു. പ്രതിഷേധം 1 മണിക്കൂർ സമയം നീണ്ടുനിന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്ന 6 സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളാണ് പ്രവർത്തകർ തടഞ്ഞത്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി CS സംഗീത്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറിൻ ജോസ്, 2ാം വാർഡ് LDF സ്ഥാനാർത്ഥി ജോഷുവ മൂഴിപ്പറമ്പിൽ, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി രാഹുൽ ജയപ്രകാശ്, മേഖലാ ട്രഷറർ അഭിഷേക്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ മനു, CD അജിൽ, രോഹിത്, ഉല്ലാസ്, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KG മോഹൻ, CD അനിൽ, KB സുമേഷ്, MG അനീഷ്, ധനീഷ് പാറക്കോവിൽ, VB ഹരിദാസ്, CI ഷംനാസ് എന്നിവർ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നിങ്ങളുടെ വണ്ടിയിലെ സ്പീഡ് കൂടുതൽ കാരണം അല്ലെങ്കിൽ അശ്രദ്ധ കാരണം ഒരാളുടെ ജീവൻ നഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ ഒരാൾക്ക് അപകടം പറ്റുന്നത്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ മര്യാദ രീതിയിലാണ് ഡിവൈഎഫ്ഐയുടെ അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കുന്നത്. ആ മര്യാദ നിങ്ങൾ റോഡിൽ നാട്ടുകാരോട് കാണിക്കാം. നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് സമയത്തിന്റെ ക്രമീകരണത്തിലോ അതിനനുസരിച്ച് നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരാളോട് പറയാം ഇത്ര സ്പീഡിലോ അല്ലെങ്കിൽ ഇതിലോ എടുക്കാൻ പറ്റില്ല, പാർട്ടിക്കാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞോ. അമ്മേനെ വിളിച്ചിട്ടറിയാ അവിടെ ഓടിക്കൊണ്ടിരിക്കുമ്പോ അതൊന്നും മനസ്സിലാക്കിയിട്ട് റോഡിലിറങ്ങുമ്പോ എന്നോട് പറഞ്ഞോ. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. 101 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മാതൃകാപരമായ പൊതുപ്രവർത്തനങ്ങളിലൂടെ ഒരു ജനപ്രതിനിധി എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ സവിശേഷമായ പ്രവർത്തന ശൈലിയിലൂടെ മുന്നേറുന്ന ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയായി 50 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ഉൾപ്പെടുന്ന ചേർപ്പ് ഡിവിഷനിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ CK വിനോദിൻ്റെ ഡിവിഷനിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിലെയും ഗ്രാമപഞ്ചായത്തിലെയും UDFിൻ്റെ സ്ഥാനാർത്ഥികളെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി സംഗമം നമ്മളിന്നിവിടെ സംഘടിപ്പിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ട അനിവാര്യമായ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഏറെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം, പ്രാദേശിക രാഷ്ട്രീയം എല്ലാം അനുകൂലമാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ, നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചാൽ, സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന UDFിന്റെ പ്രവർത്തകന്മാർക്ക് കഴിഞ്ഞാൽ അഭിമാനകരമായ വിജയം നമുക്ക് നേടാൻ സാധിക്കും.
ആ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി നേതൃത്വം കൊടുക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും തന്നെ. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് അധ്യക്ഷനായി. NK അബ്ദുൽ സലാം, TK പൊറിഞ്ചു, CN ഗോവിന്ദൻകുട്ടി, ബിജു കുണ്ടുകുളം, KK അശോകൻ, സിജോ ജോർജ, K രാമചന്ദ്രൻ, അബ്ദുൽ വഹാബ്, പ്രിയൻ പെരിഞ്ചേരി, KP അനൂപ്, AB അനീഷ്, M സുജിത്ത് കുമാർ, സുജിത്ത് തേറമ്പത്ത് എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള പ്രവർത്തനങ്ങൾക്കായി 101 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ NDA കൺവെൻഷൻ സംഘടിപ്പിച്ചു. വെങ്ങടിശ്ശേരിയിലാണ് കൺവെൻഷൻ നടന്നത്. BJP ദേശീയ നിർവാഹക സമിതി അംഗം K സുരേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളാണ് സാധാരണ മനുഷ്യരെ സേവിക്കാനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം. അവിടെ NDA വിജയിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. ഉദാഹരണത്തിന് മോദി സർക്കാർ കഴിഞ്ഞ 12 വർഷമായി പാവപ്പെട്ടവരെ സഹായിക്കാൻ, അവരെ ഒപ്പം നിർത്താൻ, അവരെ മുൻനിരയിൽ എത്തിക്കാൻ അനേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ അത് പലതും പരാജയപ്പെടുകയാണ്. അതിനുള്ള കാരണം കേരളത്തിന്റെ രാഷ്ട്രീയമാണ്. ഇപ്പോൾ മോദി സർക്കാർ നേരിട്ട് നടത്തുന്ന എല്ലാ പദ്ധതികളും കേരളത്തിൽ സമ്പൂർണ്ണമായിട്ട് വിജയപ്രദമാണ്. പക്ഷെ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും അവതാളത്തിലാണ്. ഇപ്പം മോദി സർക്കാർ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു, എവിടെയും തടസ്സമില്ല. ഏത് റേഷൻ കടയിൽ ചെന്നാലും ഫ്രീ ആയിട്ട് കിട്ടേണ്ട ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് കിട്ടും. പണ്ട് നമ്മളെ റേഷൻ കടയിൽ ചെന്നാലേ കിട്ടുമായിരുന്നുള്ളൂ. ഇപ്പോൾ 1 ഇന്ത്യ 1 റേഷൻ ആയതുകൊണ്ട് എവിടെ ചെന്നാലും നമുക്ക് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും വികസനത്തിന്റെ രാഷ്ട്രീയം കേരളം തിരിച്ചറിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. BJP നാട്ടിക ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് V ശ്രീരാജ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ലോചനൻ അമ്പാട്ട്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുബീഷ് കൊന്നക്കൻ, സുരേഷ് ബാബു, ഷിനി ശൈലജൻ, സന്തോഷ് അറക്കൽ എന്നിവർ സംസാരിച്ചു. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന്റെ ഭാഗമായി അമ്പ് വള കിരീടം എഴുന്നള്ളിപ്പ് നടന്നു. വിവിധ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് എഴുന്നള്ളിപ്പ് നടന്നത്. രാവിലെ 6:15 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ പോളി നീലങ്കാവിൽ മുഖ്യ കാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ലതീനും നൊവേനയും നടന്നു. തുടർന്ന് എഴുന്നള്ളിപ്പിനുള്ള അമ്പ്, വള, കിരീടം എന്നിവ വെഞ്ചിരിപ്പിന് ശേഷം കുടുംബ കൂട്ടായ്മകൾക്ക് കൈമാറി. രാത്രി പള്ളിയിലേക്ക് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, വള, കിരീടം എഴുന്നള്ളിപ്പുകൾ നടന്നു. ഞായറാഴ്ച രാവിലെ 6:30-നും 8-നും വിശുദ്ധ കുർബാന നടക്കും. രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനാകും. മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും നടക്കും. ഇനി സ്ഥാനാർത്ഥിക്കൊപ്പം. സ്ഥാനാർത്ഥിക്കൊപ്പം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലാണ്. 7ാം വാർഡിൽ ഈ കുറി നല്ല തീ വാർന്ന മത്സരമാകുന്നുള്ള ഒരു സംശയവുമില്ല. അത്രയേറെ വാശിയേറിയ ഒരു മത്സരമാണ് 7ാം വാർഡിൽ 3 സ്ഥാനാർത്ഥികളും കാഴ്ചവെക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഞങ്ങളും സഞ്ചരിക്കുകയാണ് 7ാം വാർഡിലൂടെ. അവണിശ്ശേരി UDF ഈ കുറി പുതുമുഖത്തിനെയാണ് ഇറക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തീ പാറുന്നൊരു പോരാട്ടം തന്നെയായിരിക്കും അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ കാഴ്ചവെക്കുന്നത്. നമുക്ക് സ്ഥാനാർത്ഥിയോട് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ഞാൻ സിബിന ഗിൽബർട്ട്, അവണിശ്ശേരി പഞ്ചായത്തിലെ 7ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്, UDF സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത്? എങ്ങനെയാണ്? ഞാൻ പുതുമുഖ സ്ഥാനാർത്ഥിയാണ്, ആദ്യമായിട്ടാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. നല്ല രീതിയിൽ ഇതൊരു മുന്നോട്ട് പോകുന്നുണ്ട്.
എങ്ങനെയാണ് നമ്മൾ ഈ ആളുകളായിട്ടുള്ള ഈ വോട്ടർമാരുടെയൊക്കെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ വോട്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എത്രത്തോളം ഉണ്ട്? നല്ല പ്രതികരണമാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്ക് എവിടെ ചെന്നാൽ നല്ല സ്വീകരണം കിട്ടുന്നുണ്ട്. ആരും ഇതുവരെ എതിർത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എത്രാമത്തെ ഘട്ടമായി? 2-3 ആയോ? 5 ഘട്ടമൊക്കെ കഴിഞ്ഞു. 6 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറെ മുന്നോട്ട് സഞ്ചരിച്ചിരിക്കുകയാണ്. തീർച്ചയായും. ഒരു ആത്മവിശ്വാസം എത്രത്തോളമായി? നല്ല ആത്മവിശ്വാസം ഉണ്ട്. ഈ പ്രാവശ്യം നല്ലൊരു മുന്നോട്ടുള്ളത് കാണുന്നുണ്ട്. എല്ലാ വഴിയും തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും. ഈ ഒരു മാറ്റമാണോ ഇവിടുത്തെ വാർഡിൽ? തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ഇവിടുത്തെ ജനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കുത്തക വാർഡാണ്. അതെ, തീർച്ചയായിട്ടും ഒരു കുത്തക വാർഡാണ്. അതൊരു പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, BJP എന്ന ഒരു ഇതിൻ്റെ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ കുത്തകയായിട്ട് മാറിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഈ കുറി അതിനൊരു പൊട്ടിച്ചു കളയും. തീർച്ചയായിട്ടും. നമുക്ക് എന്തായാലും ഇവരോട് ചോദിക്കാം. എങ്ങനെയാണ്? ഭയങ്കര ആവേശത്തിലാണോ? നമ്മളൊക്കെ നല്ല ആവശ്യത്തിൽ തന്നെയാ. ഈ നമ്മളിപ്പോൾ ജനിച്ച നാൾ തൊട്ട് ഈ കൈപ്പത്തിയിലാണ് നമ്മൾ എന്നും വോട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് പ്രചരണത്തിൽ എങ്ങനെയാ രാവിലെ മുതൽ കൂടെ സഞ്ചരിക്കും? പിന്നെ രാവിലെ മുതൽ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് ഇവരുടെ കൂടെ. സമയങ്ങൾ കിട്ടുമ്പോഴൊക്കെ സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവരുടെയൊക്കെ ആ പ്രതികരണം എത്രത്തോളം ഉണ്ട്? പ്രതികരണം ഒരുവിധമൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. പിന്നെ നമുക്കറിയില്ലല്ലോ എങ്ങനെയാന്നൊക്കെ. തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ വിജയം ആർക്കാണ് മുന്നിൽ നിന്നൊന്നും നമുക്കറിയില്ല. ഒക്കെ ദൈവം നിശ്ചയിക്കും. അമ്മയൊക്കെ കൂടെ ഉണ്ട്. അമ്മ ഇവരുടെ കൂടെ ഇടയ്ക്ക് കടക്കൂലേ? ഞങ്ങളുടെ അതിലൊക്കെ അല്ല. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ജയിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അതന്നെ. എന്തായാലും വലിയ ഒരു ആവേശത്തിൽ തന്നെ ഇവര് ഭൂരിഭാഗം പേരുണ്ട്. നമുക്ക് സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ, പ്രത്യേകിച്ച് യു ഡി എഫിന് ഇത് പിടിച്ചെടുക്കണമെന്നുള്ളൊരു അതിയായൊരു വാശിയിൽ തന്നെയാണ് ഈ കുറി. അതെ, ഞങ്ങൾ ഒപ്പമുണ്ട്. സെബിനേരെ കൂടെ ഞങ്ങൾ IDC തൊഴിലാളികളാണ്. ഞങ്ങൾ 15 പേര് എന്നും ഉള്ള കൂടെയുണ്ട്. എന്നും ഉണ്ടാവും. ജയിച്ചിട്ട് തന്നെ ഞങ്ങൾ അടങ്ങുള്ളൂ. ആ ഒരു വാശിയിലാണ്. അതെ. നമസ്കാരമുണ്ട്. എങ്ങനെയാണ്? കൂടെ ചങ്കായിട്ട് എപ്പോഴും ഉണ്ട്. അതെ, ഉണ്ട്. കൂടെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഈ ഇലക്ഷന് ഇറങ്ങി ഈ ഒരു മത്സര രംഗത്തേക്ക് വന്നു കഴിഞ്ഞ് ഏറ്റെടുക്കാൻ പോകുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണെന്ന് അറിയാമല്ലോ. എന്താണ് ജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാർഡിൽ വരുത്താമെന്ന ആദ്യത്തെ ഒരു മാറ്റത്തിലേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ ഒരു മാറ്റം എന്നല്ല, ഇതുവരെ 15 കൊല്ലമായിട്ട് ഉണ്ടാവാത്ത മാറ്റങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് എനിക്ക് ഇപ്പോൾ തരാൻ പറ്റുന്ന വാക്ക്. 15 കൊല്ലമായിട്ട് ഇവിടെ എന്താണോ സാധിക്കാത്തത് അതൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ നിറവേറ്റുമെന്നാണ് ഇപ്പോൾ എനിക്ക് 7ാം വാർഡിലെ ജനങ്ങൾക്ക് തരാൻ പറ്റുന്ന വാക്ക്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കുത്തക സീറ്റാണ്. ഒരു പരിചയം കൂടുതലുള്ള മുൻ പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളുകളോടൊക്കെയാണ് അംഗത്തിന് ഇറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും നല്ലൊരു പരിശീലനങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ വേണം. ഒരു ആത്മവിശ്വാസം ഉള്ളിലുണ്ടെന്ന് ധാരാളം പറഞ്ഞു. എങ്ങനെയാണ് ഈ പിന്നിലുള്ള ഈ അണിയറ പ്രവർത്തി, ഈ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നൽകുന്ന പ്രചോദനം എത്രത്തോളം ഉണ്ട്? നല്ല പിന്തുണയാണ് എല്ലാവരും ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും കോൺഫിഡൻസ്. തീർച്ചയായിട്ടും എല്ലാവരും കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പുതുമുഖമാണ് എങ്കിൽ തന്നെയും പുതുമുഖത്തിൻ്റെതായ യാതൊരുവിധ ടെൻഷനൊന്നും സിബിനിക്കില്ല. കാരണം ഈ വാർഡിനെ ഭൂരിഭാഗം ആളുകളും അറിയുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. ഈ കുറി മത്സരം കടുക്കുമെന്നതിൽ ഒരു സംശയമില്ല എന്ന് പറയാൻ കാരണം ഒരു മാറ്റമാണ്. സിറ്റിംഗ് സീറ്റാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. ആ ഇത് UDF പിടിച്ചെടുക്കും എന്നൊരു വാശിയിൽ തന്നെയാണ് UDFിൻ്റെ പടക്കളത്തിൽ, പ്രത്യേകിച്ച് UDFിൻ്റെ അംഗത്തട്ടിറങ്ങുമ്പോൾ UDFിൻ്റെ നേതൃത്വത്തിലുള്ള അണിയറ പ്രവർത്തകർക്കെല്ലാം ഉള്ളിൽ ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസവും സിബിനയ്ക്കുണ്ട്. 6ഉം 7ഉം ഘട്ടത്തിലേക്കൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ മുന്നിലേക്ക് സഞ്ചരിക്കാനായിട്ട് സിബിനയ്ക്കടക്കം സഹായിച്ചിട്ടുണ്ട്. ധാരാളം പേരിലേക്കുമൊക്കെ വോട്ടർമാരിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു ആശംസയും മീഡിയ 4 നേരുകയാണ്. ഇതുപോലുള്ള പുതുമുഖങ്ങളൊക്കെ കടന്നു വരട്ടെ എന്നുള്ള ഒരു ആശംസ നേർന്നുകൊണ്ട് മറ്റുള്ള വാർഡുകളിലെ മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പം ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡ് ഈ കുറി BDJs ഭാരതീയ ജനതാ പാർട്ടി വലിയ തോതിലുള്ള മത്സരമാണ് കാഴ്ചവെക്കുന്നത്. ശക്തമായൊരു മത്സരം തന്നെ 5ാം വാർഡിൽ നടക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പേരടക്കമെന്ന് പറഞ്ഞോളൂ. പേര് ഷിനി ശൈലജൻ. ഞാൻ കഴിഞ്ഞ വർഷം ഇത് 6ാം വാർഡായിരുന്നു. കഴിഞ്ഞ വർഷവും ഞാനിവിടെ മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈ ജനങ്ങളുടെ അടുത്തെത്തുമ്പോൾ വോട്ടർമാരുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? കുറച്ചും കൂടി നല്ലൊരു റെസ്പോൺസാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇടത് വലത് മുന്നണികളൊക്കെ ഭരിച്ചു മുടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെപ്പോലെയുള്ള NDA എന്ന മുന്നണിക്ക് മോദിജി നേതൃത്വം നൽകുന്ന
NDA മുന്നണിക്ക് സാധ്യതകളുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്കുണ്ട്. ആ ഒരു ഉറപ്പിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ വളരെ വിശ്വാസപൂർവ്വമാണ് ഇപ്പോൾ ഈ കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എനിക്കതൊരു ഷെജിനെ സംബന്ധിച്ച് ഈ ഒരു മത്സര രംഗത്ത് ആദ്യത്തെ ഒരു പുതുമുഖമൊന്നുമല്ല. നിരന്തരമായിട്ട്, അതായത് വർഷങ്ങളായിട്ട് നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഏതിലാണ് ഇതിന് സ്ഥാനം ഏതായിരുന്നു ചോദിച്ചേ? ഞാൻ കഴിഞ്ഞ 13 വർഷക്കാലമായിട്ട് പെരിങ്ങോട്ടൂർ യൂണിയൻ SNDPയുടെ വനിതാ സംഘം സെക്രട്ടറിയാണ്. പിന്നെ BDJS പാർട്ടി ഉണ്ടായ മുതൽ നമ്മളതിൽ ഭാരവാഹിത്വം നിർവഹിക്കുന്നുണ്ട്. BDMSൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് BDJSൻ്റെ. ഒപ്പം ഈ പ്രേക്ഷകർക്ക് ഒരു കൗതുകം കൂടിയുണ്ട്. കുടുംബപരമായിട്ട് നിങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടക്കളത്തിലുണ്ട്. ആരൊക്കെയാണുള്ളത്? പാർട്ടി നമ്മുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എൻ്റെ അച്ചാച്ചൻ ഒരു ഗാന്ധിയനായിരുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ്. കരുവന്നൂരാണ് എൻ്റെ വീട്. ഇപ്പോൾ ഞാൻ NDAയിലാണ്, BDJS ആണ്, BJP ആയിട്ട് സഖ്യകക്ഷിയാണ്. അനിയത്തി അവർ LDF ആണ്, CPIയുടെ കാൻഡിഡേറ്റ് ആണ്. അവള് ഇവിടെ ചെറക്കല് ചാഴൂർ പഞ്ചായത്ത്. പിന്നെ അനിയന്റെ ഭാര്യ ആള് CPM ആണ്. CPM ഒരുമിച്ച് കൂടുമ്പോ എങ്ങനെയാണ്? രസമാണ്. കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുടുംബം കൂടുമ്പോ ഇമ്പമുള്ളതാണല്ലോ, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്റെ അമ്മ ഉത്സവങ്ങളും ഈ ഓണാഘോഷത്തിനൊക്കെ ഒത്തുചേരുമ്പോ രസമാണോ? ചർച്ചകളൊക്കെ വരും. വളരെ സന്ദേശം സിനിമ പോലെയാവോ? അല്ല, ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ഒരു കുടുംബം. ഞാൻ ചോദിച്ചേ, സന്ദേശം സിനിമ കണ്ടിട്ടുണ്ടോ? സന്ദേശ സിനിമ പോലെ അടിപിടിയൊന്നും, വളരെ പരസ്പര ധാരണയോട് കൂടിയിട്ടുള്ള. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടെന്ന് പറയോ? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഉഷാറാണല്ലേ? ഉഷാറാണ്. എങ്ങനെയാണ് ഈ ആവേശം എത്രത്തോളം ഉണ്ട് കൂടെ നടക്കുമ്പോ? ഞങ്ങള് ഷിൻചേച്ചിനെ ജയിപ്പിക്കണം എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെയാണ് പിന്നാലെ നടക്കുന്നത് തന്നെ. എല്ലാവരും ഉണ്ട്, പക്ഷെ എല്ലാവരും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റണില്ല. ഞങ്ങൾ എന്നാലും ഇടയ്ക്ക് ഉണ്ട് കൂടെ, എല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സ്. നമ്മള് ഓരോ വീടുകളിലേക്ക് വോട്ടർമാരെ തേടി ചെല്ലുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എത്രത്തോളം ഉണ്ട്? എല്ലാവരും നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യാന്ന് എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്. എൻ്റെ അനിയത്തി കൂടിയാണ്. അപ്പോൾ അതെ, അവളെ ജയിപ്പിക്കാനുള്ള ഒരു ഒറ്റ തീരുമാനത്തിലാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചുള്ളത്. അവളെന്തായാലും ജയിക്കും. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത്, സ്വാഭാവികമായിട്ടും ഈ ആളുകൾ നമ്മൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ജനങ്ങളെ സേവിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പ്രത്യേകിച്ച് ദീർഘകാലമായിട്ട് അങ്ങൊക്കെ ഈ ഒരു രംഗത്ത് നിൽക്കുമ്പോൾ എന്താണ് ജയിച്ചു കഴിയുമ്പോൾ ഈ വാർഡിൽ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? എന്താണ്? നമുക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ ചെറു പഞ്ചായത്ത് ഇത്രയും കാലമായിട്ട് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്, അവർ മുന്നണിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഏതെങ്കിലും ഒരു മാറ്റം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അവർക്കത് പറയാനില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ എന്ത് തന്നെയായാലും നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ളൊരു കേപ്പബിലിറ്റി ഉള്ള ഒരു ലീഡർഷിപ്പാണ് ഇപ്പം നമ്മുടെ ഉള്ളത്. ഇപ്പം മുകളിൽ നിന്നായാലും താഴെ തട്ടിലായാലും. അപ്പം ഞങ്ങളത് ചെയ്തിരിക്കും എന്ന് തന്നെയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം. എന്തായാലും ആ ഒരു ഉറപ്പാണ്. അതായത് ഒരു രംഗത്തേക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ജനങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു സേവനം ചെയ്യുമെന്ന വലിയൊരു ഉറപ്പ് തന്നെയാണ് നൽകുന്നത്. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ പ്രചരണം മാത്രം അത്ര മോശമൊന്നുമല്ല, നല്ല വീറും വാശിയോടുള്ള പ്രചരണമാണ്. അപ്പോൾ ഒരു പ്രചരണത്തിന് ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ മറ്റുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം സഞ്ചരിക്കുകയാണ്. തൃശൂർ നന്ദിക്കരയിൽ ടോറസ് ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതയിൽ 1 മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തെ തുടർന്ന് നെല്ലായി കടന്നും വാഹനങ്ങളുടെ നിര നീണ്ടു. നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പിൽ ശനിയാഴ്ച രാവിലെ 9 മണിക്കായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് U-ടേൺ തിരിയുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന ടോറസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ റോഡിന് കുറുകെ കിടന്ന ടോറസുകൾ ക്രെയിൻ എത്തിച്ചു മാറ്റിയാണ് ദേശീയപാതയിലെ ഗതാഗത തടസ്സം തീർത്തത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ചിറ്റണ്ടയിൽ വർക്ക്ഷോപ്പിൽ തകരാറിലായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് പൊള്ളലേറ്റ് ഗുരുതര പരിക്കേറ്റ യുവാവ് മരണത്തിന് കീഴടങ്ങി. ദേശമംഗലം മേലെ തലശ്ശേരി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന അത്താണിക്കൽ വീട്ടിൽ 22-കാരൻ മുഹമ്മദ് ഫാരിസ് ആണ് മരിച്ചത്.
ഗുരുതരമായി തീപ്പൊള്ളലേറ്റ യുവാവ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് മരണം സംഭവിച്ചത്. 3 ദിവസം മുൻപ് ഹാരിസ് ജോലി ചെയ്തിരുന്ന ചിറ്റണ്ടയിലെ ബൈക്ക് വർക്ക്ഷോപ്പിൽ വെച്ചാണ് അപകടമുണ്ടായത്. റിപ്പയറിംഗിനെത്തിച്ച ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ ബൈക്കിൽ തീ പടരുകയും പരിസരത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്കും തീ പടരുകയായിരുന്നു. തീ ആളിപ്പടർന്നതോടെ സമീപത്തുണ്ടായിരുന്ന യുവാവിന് ഗുരുതര പൊള്ളലേറ്റു. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും 90% പൊള്ളലേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. മുഹമ്മദ് ഫാരിസ് ഇന്ന് പുലർച്ചെയോടെ മരിച്ചു. തൈക്കാട്ടുശ്ശേരി തേമാലിപ്പാടം സ്വദേശി പരേതനായ പോട്ടയിൽ വീട്ടിൽ കുട്ടപ്പൻ ഭാര്യ തങ്കമണി നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം വടുകര ശ്രീനാരായണ സമാജ ശ്മശാനത്തിൽ നടന്നു. ലളിത, ഗണേഷ്, പ്രകാശ്, രാജേഷ്, സുരേഷ് എന്നിവർ മക്കളും രവി, പ്രജിത, മിനി, ജിത, സജിത എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,900 രൂപ, പവന് 95,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ പെരുമ്പിളിശ്ശേരിയിൽ ബസ് തടഞ്ഞ പ്രതിഷേധം. ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബസ്സുകൾ തടഞ്ഞത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. 101 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ NDA കൺവെൻഷൻ സംഘടിപ്പിച്ചു. വെങ്ങടിശ്ശേരിയിലാണ് കൺവെൻഷൻ നടന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.